ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ പ്രീവിയസ്ലി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ നമ്മുടെ ദിയ കൃഷ്ണയുടെ വെഡിങ് ലുക്കിനെ പറ്റിയിട്ട്. അപ്പോൾ അതിന് ചുറ്റിപ്പറ്റിയുള്ള നെഗറ്റീവ് കമൻസും പിന്നെ ആ ഒരു വെഡിങ് സാരിയൊക്കെ ഞാനൊന്ന് അനലൈസ് ചെയ്തിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് പുറകെ നമ്മുടെ പുതിയ ഇര വീണിട്ടുണ്ട്. അതായത് നമ്മുടെ സീരിയൽ ആക്ട്രസ് ശ്രീവിദ്യയുടെ കല്യാണം ഈ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ടാണെങ്കിൽ പൂര നെഗറ്റീവ് കമൻസ് ആണ് കേട്ടോ. അതായത് നമ്മുടെ ദിയ കൃഷ്ണയുടെ വെഡിങ് ലുക്കിനെ കാലും നെഗറ്റീവ് കമൻസ് ആണ്. അപ്പോൾ നമ്മുടെ ദിയ കൃഷ്ണയുടെ മേക്കപ്പ് ലുക്കിനെ പറ്റിയിട്ടാണെങ്കിലും മേക്കപ്പ് തീരെ കുറഞ്ഞു പോയി, ഐസ് ഒട്ടും ബോൾഡ് അല്ല, മേക്കപ്പ് തീരെ ലൈറ്റ് ആയിപ്പോയി, ബോറായിപ്പോയി, ഹെയർ സ്റ്റൈൽ പോരാ, സാരി പോരാ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരുന്നു നെഗറ്റീവ് കമന്റ്സ് ഉണ്ടായിരുന്നത്. കേസിലാണെങ്കിൽ മേക്കപ്പ് കൂടിപ്പോയി, അതുപോലെ തന്നെ ഹെയർ സ്റ്റൈൽ പോലില്ല, മേക്കപ്പ് ചെയ്ത് ബോറാക്കി, ഭരതനാട്യത്തിന് മേക്കപ്പ് ഇട്ട മാതിരിയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നെഗറ്റീവ് കമന്റ്സ് ആണ്. അപ്പം സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മേക്കപ്പ് കൂടിയാലും പ്രശ്നമാണ്, കുറഞ്ഞാലും പ്രശ്നമാണ് അല്ലേ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും, നമ്മുടെ ഈ ഒരു കല്യാണമൊക്കെ പോലുള്ള ഒരു ഭയങ്കര എന്താ പറയുക, ഒരു സന്തോഷപൂർണ്ണമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷന് വന്നിട്ട് ഇതുപോലെ നെഗറ്റീവ് കമൻസ് ഒക്കെ പറയുമ്പോൾ ആ ബ്രൈഡിന് ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ ഒന്ന് ആലോചിക്കണം കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ആ ഒരു കൺവെൻഷണൽ ലുക്ക് ഉണ്ടല്ലോ, ഒരു മലയാളി ബ്രൈഡിന് വേണ്ടിയിട്ടുള്ള ഒരു ട്രഡീഷണൽ ലുക്കിലങ്ങ് നമ്മളെല്ലാവരും ഒന്ന് പ്രീ ഓക്കുപ്പൈഡ് ആയിട്ട് അങ്ങ് ഇരിക്കുവാണ്. അപ്പോൾ അതിൽ നിന്ന് ആരെങ്കിലും ഒന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റൈൽ പരീക്ഷിച്ച് നോക്കിയാൽ പിന്നെ ഫുള്ള് നെഗറ്റീവ് കമൻസ് ആയിരിക്കും. അങ്ങ് നെഗറ്റീവ് പറഞ്ഞ അയാളങ്ങ് തളർത്തി കളയുന്ന രീതിയിലുള്ള കമൻസ് ആയിരിക്കും. അപ്പോൾ അത് നമ്മുടെ മലയാളികളുടെ ഒരു പൊതുവായിട്ടുള്ളൊരു നേച്ചറായിപ്പോയി. എന്തെങ്കിലും ഒരു ഓസ്പീഷ്യസ് ഒക്കേഷനിൽ വന്നിട്ട് ഇതുപോലെ നെഗറ്റീവ്സ് അങ്ങോട്ട് വിളമ്പുക എന്നുള്ളത്. കാരണം ഞാനും ഇത് കുറച്ച് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ്. എൻ്റെ എൻഗേജ്മെൻറ്റ് ലുക്കിനായാലും വെഡിങ് ലുക്കിനായാലും ഒക്കെ വന്നിട്ട് ഒത്തിരി ഇങ്ങനെ മേക്കപ്പ് കൂടിപ്പോയി, ഹെയർ സ്റ്റൈൽ കൊള്ളില്ല, മേക്കപ്പ് ചെയ്തുള്ള ഭംഗി കളഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നെഗറ്റീവ്സ് പറഞ്ഞ് നമ്മളെ തളർത്താനായിട്ട് വരുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അത് നമ്മുടെ സ്വന്തം വീട്ടുകാരായാലും കണക്കാണ്, അതുപോലെ തന്നെ റിലേറ്റീവ്സ് ആയാലും ഫ്രണ്ട്സ് ആയാലും നെയ്ബേഴ്സ് ആയാലും ഒക്കെ ഇതുപോലെ നെഗറ്റീവ്സ് പറഞ്ഞിട്ട് വരുന്നവരുണ്ട്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഫംഗ്ഷനുള്ള മൂഡേ റൂയിനായി പോയി ഇതുപോലത്തെ ഉള്ള നെഗറ്റീവ്സ് കേൾക്കുന്നത്. നിങ്ങൾക്ക് നെഗറ്റീവായി തോന്നിയാൽ അത് നിങ്ങളുടെ മനസ്സിൽ വയ്ക്കുക. ഓടി ചെന്നിട്ട് നമ്മുടെ ബ്രൈഡിനോട് ചെന്നിട്ട് ഇങ്ങനെ പറയും, അല്ലെങ്കിൽ ബ്രൈഡിൻ്റെ വീട്ടുകാരോട് പോയിട്ട് ഇങ്ങനെ കുറേ നെഗറ്റീവ്സ് അങ്ങോട്ട് പറയും. അപ്പോൾ അതുപോലെയാണ് ഈ ഒരു ദിയകൃഷ്ണയുടെ വെഡിങ് ലുക്ക് കഴിഞ്ഞതിന് പിന്നെ അടുത്ത നെഗറ്റീവ് വന്നിരിക്കുന്നത് ഈ ഒരു ശ്രീവിദ്യയുടെ കേസിലാണ്. അപ്പോൾ നമ്മുടെ ശ്രീവിദ്യയുടെ വെഡിങ് ലുക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതൊരു ഗോൾഡൻ അല്ലെങ്കിൽ ഒരു സിൽവർ മിക്സ് ആയിട്ടുള്ള ഒരു സബ്റ്റിലായിട്ടുള്ള വളരെ പേസ്റ്റലായിട്ടുള്ള ഒരു കാഞ്ചീപുരം ടിഷ്യൂ സാരിയാണെന്ന് തോന്നുന്നു. അപ്പോൾ വളരെ നല്ല ഭംഗിയുള്ള ഒരു സാരിയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ചെയ്തിരിക്കുന്നത് ഒരു ന്യൂഡായിട്ടുള്ള ഒരു മേക്കപ്പാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ ആണെങ്കിൽ ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള മേക്കപ്പ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു നോളജിൽ നിന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ന്യൂഡ് മേക്കപ്പ് ഏറ്റവും കൂടുതൽ പോകുന്നത് നമ്മുടെ പേസ്റ്റൽ കളർ സാരിയുടെ കൂടെയൊക്കെയാണ്. അപ്പോൾ അതൊരു മേക്കപ്പ് ആർട്ടിസ്റ്റിന് അല്ലെങ്കിൽ സ്റ്റൈലിസ്റ്റിന് മാത്രമേ അത് മനസ്സിലാക്കി ഏത് തരം മേക്കപ്പാണ് ഏത് തരം സാരീസിൻ്റെ കൂടെ പോകുക എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമുക്ക് ഒത്തിരി ടൈപ്പ് ഓഫ് മേക്കപ്പ് ഉണ്ട്. ഇപ്പം ലാസ്റ്റ് ഏറ്റവും ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഗ്ലാസ് സ്കിൻ മേക്കപ്പാണ്, അതുപോലെ HD മേക്കപ്പ് ഉണ്ട്, എയർ ബ്രഷ് മേക്കപ്പ് ഉണ്ട്, സോഫ്റ്റ് ഗ്ലാം ലുക്ക് ഉണ്ട്, ന്യൂഡ് മേക്കപ്പ് ഉണ്ട്, അങ്ങനെ ഒത്തിരി തരത്തിലുള്ള മേക്കപ്പ്സ് ഉണ്ട്. അപ്പോൾ പല മേക്കപ്പും പല രീതിയിലുള്ള ഡ്രസ്സിൻ്റെ കൂടെയാണ് പോകുന്നത്. അപ്പോൾ ഇപ്പോൾ റിസപ്ഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ശ്രീവിദ്യയുടെ തന്നെ റിസപ്ഷന് നല്ല ഭംഗിയിലാണ് ഒരുങ്ങിയിരിക്കുന്നത്. അതായത് ഒരു ബോൾഡ് ആയിട്ടുള്ള മേക്കപ്പ്, ബോൾഡ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്ക് ഒക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം ഇട്ടേക്കുന്ന ഡ്രസ്സും അതിനനുസരിച്ച് ബ്രൈറ്റ് ആണ്. അപ്പോൾ ഇപ്പോൾ സാരി എന്ന് പറയുന്നത് വളരെ പേസ്റ്റലായിട്ടുള്ള ഒരു സാരിയാണ്. ദിയകൃഷ്ണയുടെ മേക്കപ്പ് ആയാലും വളരെ പേസ്റ്റൽ കളറായിട്ടുള്ള ഒരു സാരി ആയതുകൊണ്ട് തന്നെയാണ് മേക്കപ്പും അത്രയും ലൈറ്റ് ആൻഡ് ന്യൂഡായിട്ട് വരുന്നത്. അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു നോളജ്, അത് നമുക്ക് എന്താ പറയുക, ഒരു സ്റ്റൈലിസ്റ്റിന് അല്ലെങ്കിൽ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിന് മാത്രമേ അത് പറയാനായിട്ട് പറ്റുകയുള്ളൂ. നമുക്കിങ്ങനെ നെഗറ്റീവായിട്ട് തോന്നാൻ കാരണം നമ്മളിപ്പോൾ വിചാരിക്കുന്നത് എന്താ, ബ്രൈഡ് ആണെങ്കിൽ വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ഇടണം, അതുപോലെ തന്നെ ഭയങ്കര ബോൾഡായിട്ട് ഐ എഴുതണം, കണ്ണെഴുതണം എന്നൊക്കെ ഉള്ളൊരു ആ ഒരു പ്രീ ഓക്കുപ്പൈഡ് ലുക്കാണ് നമ്മുടെ മനസ്സിൽ എല്ലായിടത്തും ഉള്ളത്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ലുക്സ് കാണുമ്പോൾ നമുക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ചെയ്യാൻ പാടാണ്. ഈ നമ്മുടെ കഴിഞ്ഞ 2-3 മാസത്തിനുള്ളിൽ നമ്മുടെ ഐശ്വര്യ രാജീവിൻ്റെ വെഡിങ് ഉണ്ടായിരുന്നു. അതിൽ ഒത്തിരി നല്ല അടിപൊളി കമൻസ്, നല്ല പോസിറ്റീവ് കമൻസ് ആണ്. കാരണം അതൊരു മലയാള തനിമയോട് കൂടിയിട്ടുള്ള ഒരു ബ്രൈഡൽ ലുക്കായിരുന്നു. നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ലിപ്സ്റ്റിക്ക്, ബ്രൈറ്റ് ആയിട്ടുള്ള സാരി, ബോൾഡ് ആയിട്ടുള്ള ഐ ലുക്ക്, ഫുള്ള് മുല്ലപ്പൂവൊക്കെ വെച്ചിട്ട് നല്ലൊരു എന്താ പറയുക, നമ്മുടെ ഒരു ട്രഡീഷണൽ ലുക്കായിരുന്നു അത്. അപ്പോൾ അതിന് ഒട്ടും തന്നെ നെഗറ്റീവ് കമൻസ് ഇല്ലായിരുന്നു. ഇത് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ എന്താ പറയുക നെഗറ്റീവ് കമൻസ് വരുന്നത്. ആ ഒരു തോട്ട് അങ്ങ് മാറ്റിയാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ശ്രീവിദ്യയുടെ മേക്കപ്പ് എന്ന് പറയുന്നത് ഒരു വളരെ ന്യൂഡായിട്ടുള്ളൊരു മേക്കപ്പ്
മേക്കപ്പ് ലുക്കായിരുന്നു. അതായത് ആ സാരിക്ക് മാച്ചായി പോകുന്ന തരത്തിലുള്ളൊരു മേക്കപ്പ് ലുക്കായിരുന്നു. പിന്നെ ലിപ്സ്റ്റിക്കും കുറച്ച് ന്യൂഡ് ഷെയ്ഡായിരുന്നു. അപ്പോൾ ലിപ്സ്റ്റിക്കിനെ കുറിച്ചിട്ട് ധാരാളം നെഗറ്റീവ് കമൻസ് വന്നിട്ടുണ്ട്. ലിപ്പ് ഭയങ്കരമായിട്ട് ഡിമ്മായി പോയി എന്നൊക്കെ ഉള്ള രീതിയിൽ. പക്ഷേ ഞാനൊരു മേക്കപ്പ് ആർട്ടിസ്ട്രി കോഴ്സ് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ഒരു നോളജ് പറയുകയാണ്. നമ്മൾ ഈ മേക്കപ്പ് എന്ന് പറയുന്നത് നേരിട്ട് കാണാനും വീഡിയോയിൽ കൂടെ കാണാനും ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. ആ ഒരു ലുക്ക് മേ ബി ആ ഒരു ലിപ്സ്റ്റിക് ഒക്കെ നേരിട്ട് കാണാനായിട്ട് നല്ല രസമുള്ളതായിരിക്കണം. അതുകൊണ്ടാണല്ലോ അവർ അത്രയും അതിൽ സാറ്റിസ്ഫൈഡ് ആയത്. പക്ഷെ നമുക്കത് വീഡിയോയിൽ വരുമ്പോഴേക്കും അത് വേറൊരു കളറായിട്ട് തോന്നും, അല്ലെങ്കിൽ അത് ഡിമ്മായിട്ട് തോന്നും. അതൊക്കെയുണ്ട്. അപ്പം ഈ ഒരു HD മേക്കപ്പ് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബോൾഡായിട്ടുള്ള ഭയങ്കര ലെയറിംഗ് ഒക്കെ ഉള്ള ഒരു മേക്കപ്പാണ്. അത് നമുക്ക് നേരിട്ട് കാണാനായിട്ട് ഭയങ്കര ബോറായിട്ട് തോന്നും. പക്ഷേ വീഡിയോയിലും ഫോട്ടോയിലൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും. അതുപോലെ തന്നെയാണ് ഈ എല്ലാ തരം മേക്കപ്പിൻ്റെ ഒരു അവസ്ഥയെന്ന് പറയുന്നത്. നമ്മൾ ശരിക്കും ഇപ്പോൾ ലൈറ്റ് മേക്കപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നേരിട്ട് കാണാൻ നല്ല ഭംഗിയായിരിക്കും. പക്ഷേ നമ്മൾ ഫോട്ടോയിലും വീഡിയോയിലൊക്കെ വരുമ്പോൾ അങ്ങോട്ട് ഡിമ്മായി പോകും. അപ്പോൾ അതേ ഒരു എഫക്റ്റ് തന്നെയായിരിക്കും മേ ബി ഇവിടെയും സംഭവിച്ചിട്ടുണ്ടാവുന്നത്. മേ ബി നേരിൽ ആ ഒരു ലിപ്സ്റ്റിക്ക് അത്യാവശ്യം നല്ല ന്യൂഡും നേരിൽ കാണാൻ നല്ല ഭംഗിയും ആയിരുന്നിട്ടുണ്ടാവണം. അതുപോലെ തന്നെ നമ്മുടെ ന്യൂഡ് മേക്കപ്പ് എന്ന് പറയുന്നത് പേസ്റ്റൽ കളേഴ്സ് സാരീസിൻ്റെ കൂടെ നല്ല അടിപൊളി എലഗന്റ് ആൻഡ് ക്ലാസ് ലുക്ക് തരും. അതുകൊണ്ടാണ് അങ്ങനത്തെ ലുക്സ് ചെയ്യുന്നത്. അല്ലാതെ എപ്പോഴും നമ്മൾ ബ്രൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബോൾഡായിട്ട് ഇരിക്കണം എന്നൊന്നുമില്ല. പിന്നെ അതൊക്കെ ബ്രൈഡിൻ്റെ ഇഷ്ടമാണ്. ഇപ്പോൾ ഇവിടെ ശ്രീവിധി ചൂസ് ചെയ്തിരിക്കുന്ന ഒരു പേസ്റ്റൽ കളർ ഒരു സാരിയാണ്. അതുപോലെ തന്നെ ന്യൂട്രൽ ടോൺസ് ഉള്ള സാരി, സോഫ്റ്റ് ബോൾഡ് കളേഴ്സ്, സോഫ്റ്റ് മെറ്റാലിക് കളേഴ്സ്, അതുപോലെ തന്നെ ഐവറി ആൻഡ് ക്രീം കളേഴ്സ്, അതുപോലെ തന്നെ ന്യൂട്രൽ ടോൺസ് ആയിട്ടുള്ള ബേജ് കളർ, ഷാമ്പെയിൻ, ഗോൾഡ്, സിൽവർ, ഇതുപോലത്തെ സാരീസിന് നമ്മുടെ ഈ ന്യൂഡ് മേക്കപ്പ് ലുക്ക് എന്ന് പറയുന്നത് നല്ല നാച്ചുറൽ ഫിനിഷ് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ സോഫ്റ്റ് ബോൾഡ് കളേഴ്സ് ആയിട്ടുള്ള ഡസ്റ്റി ബ്ലൂ അല്ലെങ്കിൽ ഡസ്റ്റി പിങ്ക്, ഡസ്റ്റി റോസ്, അതുപോലെ തന്നെ ലാവെൻഡർ, അതിൻ്റെ ഒരു ലൈലാക്ക് ഷെയ്ഡൊക്കെ ഇല്ലേ, അതൊക്കെ ഇതുപോലത്തെ ന്യൂഡ് മേക്കപ്പിൻ്റെ കൂടെ പോകുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഐവറി ആൻഡ് ക്രീം കളേഴ്സ്, അതായത് നമ്മുടെ ആ ഒരു ക്രീം ഷെയ്ഡ് ഇല്ലേ, ഓഫ് വൈറ്റ് പോലത്തെയൊക്കെ, അതും ഇതുപോലത്തെ ന്യൂഡ് മേക്കപ്പ് ലുക്കിൻ്റെ കൂടെയാണ് ഏറ്റവും കൂടുതൽ ചേരുന്നത്. പിന്നെ ചില സോഫ്റ്റ് മെറ്റാലിക് കളേഴ്സ് ഉണ്ട്, അതായത് നമ്മുടെ ബ്രോൺസ് ഷെയ്ഡ്, കോപ്പർ ഷെയ്ഡ്, പിന്നെ അതുപോലെ തന്നെ റോസ് ഗോൾഡ്, അങ്ങനത്തെ ഷെയ്ഡുകൾ വരുമ്പോഴും ഇതുപോലത്തെ ന്യൂഡ് മേക്കപ്പ് ലുക്കാണ് ഏറ്റവും നന്നായിട്ട് പോകുന്നത് കേട്ടോ. പിന്നെ ഈ മേക്കപ്പ് ആർട്ടിസ്റ്റിനെയൊക്കെ വന്നിട്ട് ഒത്തിരി നെഗറ്റീവ് കമൻസ് പറയുന്നവരോട് ഒന്നേ പറയാനുള്ളൂ. ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത് അവരുടെ സ്വന്തം ഇഷ്ടത്തിന് കയറിയിട്ടല്ല ഓരോന്ന് ചെയ്യുന്നത്. ബ്രൈഡ് അല്ലെങ്കിൽ ക്ലയൻറ്റിൻ്റെ ഇഷ്ടങ്ങൾ ഏതാണ് അതിനനുസരിച്ച് മാത്രമേ മേക്കപ്പ് ആർട്ടിസ്റ്റിന് എല്ലാ മേക്കപ്പ് ലുക്സും ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഇങ്ങനെ പോയിട്ട് നമ്മുടെ ഇഷ്ടം അവരിൽ അങ്ങനെ ഇമ്പോസ് ചെയ്യാനൊന്നും പറ്റില്ല. ക്ലയൻറ്റ് എന്താണോ ആവശ്യപ്പെടുന്നത് അതുപോലെ മാത്രമേ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിന് ചെയ്തു കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ മേക്കപ്പ് ആർട്ടിസ്റ്റിന് സ്കില്ലില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ നോളജ് ഇല്ലാത്തതുകൊണ്ടോ ഒന്നുമല്ല. ക്ലയൻറ്റ് എന്താണോ ആവശ്യപ്പെടുന്നത് അത് മാത്രമേ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിന് ചെയ്തു കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ നമുക്ക് സജഷൻസ് പറയാവുന്നതേ ഉള്ളൂ. അതിപ്പോൾ ക്ലയൻറ്റ് കേൾക്കാൻ റെഡി ആണെങ്കിൽ മാത്രമേ അത് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. പേഴ്സണലി എനിക്ക് ശ്രീവിദ്യയുടെ ആ ഒരു മേക്കപ്പ് ലുക്ക് നന്നായിട്ട് ഇഷ്ടമായിരുന്നു. മേക്കപ്പ് നല്ല അടിപൊളിയായിരുന്നു, നാച്ചുറലായിട്ടും നല്ല അടിപൊളിയായിട്ടുള്ളൊരു മേക്കപ്പായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ന്യൂഡ് മേക്കപ്പ്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ന്യൂഡ് അല്ലെങ്കിൽ സബ്റ്റിലായിട്ടുള്ള ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബോൾഡിനെക്കാളും എനിക്ക് കൂടുതൽ ഇഷ്ടം ന്യൂഡായിട്ടുള്ള മേക്കപ്പ് ലുക്സും പേസ്റ്റലായിട്ടുള്ള കളേഴ്സൊക്കെയാണ്. അപ്പോൾ അതൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇതുപോലെ ബ്രൈഡ്സിൻ്റെ ഒരു നല്ലൊരു ബിഗ് ഡേയിൽ വന്നിട്ട് ഇതുപോലെ നെഗറ്റീവ് കമൻസ് ദയവ് ചെയ്ത് ഇടാതിരിക്കാനായിട്ട് നോക്കുക. മേ ബി അത് ചിലപ്പോൾ നമ്മൾ നേരിൽ കാണാത്തത് കൊണ്ടും നമ്മൾ വീഡിയോയിൽ വരുന്ന ഒരു ഡിഫറൻസ് കൊണ്ടുമായിരിക്കും നമുക്ക് അങ്ങനെ ഒരു ഇഷ്ടമില്ലായ്മയൊക്കെ ചിലപ്പോൾ ചിലർക്ക് തോന്നുന്നത്. പിന്നെ ചിലരുണ്ട് ഭയങ്കര മനഃപൂർവ്വമായിട്ട് വന്നിട്ട് നെഗറ്റീവ് കമൻസ് ഇടുന്നവരും ഉണ്ട് കേട്ടോ. ഈവനിപ്പോൾ അംബാനിയുടെ കല്യാണത്തിന് പോലും വന്നിട്ട് നെഗറ്റീവ് എഴുതിയ ആൾക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത്. പാവപ്പെട്ടവരെ സഹായിച്ചുകൂടെ എന്നൊക്കെ പറയുന്ന ദാരിദ്ര്യം പിടിച്ച കമൻസ് ഇപ്പോഴും ഒത്തിരി കമൻറ്റ് ബോക്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ഈ ദാരിദ്ര്യം പിടിച്ച കമൻസ് എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ ബേസ്മെൻറ്റിലല്ല പറയുന്നത്, ആ ഒരു മൈൻഡിൻ്റെ ദാരിദ്ര്യം ഇപ്പോഴും മാറിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അത്രയും നെഗറ്റീവ് കമൻസ് പറയുന്ന ആളുകളാണ് നമ്മുടെ നാട്ടിലുള്ളത്. അപ്പോൾ വിവാഹമൊക്കെ പോലുള്ള നല്ല എന്താ പറയുക ഭയങ്കര സന്തോഷമുള്ള ദിവസങ്ങളിൽ ഒരാളുടെ അതായത് ബ്രൈഡിൻ്റെയും ഗ്രൂമിൻ്റെയും ആ ഒരു എന്താ പറയുക ആ ഒരു ഹാപ്പിനെസ് തകർക്കുന്ന രീതിയിലുള്ള കമൻസുകളൊന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നമുക്ക് അറിയാൻ പറ്റില്ല അവരുടെ ബിഹൈൻഡ് ദ സീൻസ് നമുക്ക് എന്താണെന്ന് അറിയാൻ പറ്റില്ല. ബ്രൈഡിൻ്റെ ഇഷ്ടമാണ്, ബ്രൈഡിൻ്റെ ബിഗ് ഡേ ആണ്, അപ്പോൾ അവരുടെ ചോയ്സാണ്. ഇപ്പം മേ ബി നമുക്കത് ബോറായിട്ട് തോന്നുകയാണെങ്കിലും നമുക്കത് നെഗറ്റീവായിട്ട് തോന്നുകയാണെങ്കിലും അവർക്കത് ഇഷ്ടമായതുകൊണ്ട് അവരുടെ കണ്ണാടിയിൽ ചെന്ന് നോക്കുമ്പോൾ അവർക്ക് ആ സൂപ്പർ എന്ന് തോന്നുന്നതുകൊണ്ടാണല്ലോ അവരങ്ങനെ ഒരുങ്ങി വരുന്നത്.
അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പ്രീ ഒക്കുപ്പേഷൻ ഉണ്ട്, ഇത് എന്താ ട്രഡീഷണൽ ലുക്സ് അങ്ങനെ തന്നെ ആയിരിക്കണം എല്ലാവരും. അതിൽ നിന്ന് ആരെങ്കിലും ഡിഫറെൻ്റ് ആയി പോയി കഴിഞ്ഞാൽ അത് ബോറായി എന്നുള്ളൊരു കോൺസെപ്റ്റ് നമ്മളാണ് മാറ്റാനുള്ളത്. ഇനിയിപ്പോൾ ഒത്തിരിയും ബ്രൈഡ്സ് ഒരുപാട് ചേഞ്ചസ് അവരുടെ വെഡിങ് ലുക്കിൽ കൊണ്ടുവരുന്നുണ്ട്. പഴയ പോലെ ഒത്തിരി പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ബ്രൈഡ് എന്ന് പറയുമ്പം ഇവിടെ മുതലേ മുല്ലപ്പൂ വെക്കുക, അല്ലെങ്കിൽ മുല്ലപ്പൂ ഇങ്ങനെ വിടർത്തി ഇടുന്ന ഒരു ലുക്കൊക്കെ ഇപ്പോൾ പോയില്ലേ. ഇപ്പോൾ ഒത്തിരി ഫ്ലവേഴ്സ് കൊണ്ടുവന്നു, ഒത്തിരി ഡിഫറെൻറ്റ് ഹെയർ സ്റ്റൈൽസ് ഉണ്ട്, ഒത്തിരി ഡിഫറെൻറ്റ് സാരി ഉണ്ട്, സാരി ഡ്രേപ്പിംഗ് സ്റ്റൈലുകൾ പലതരത്തിലുണ്ട്. അപ്പോൾ ഇങ്ങനെ കാലം മാറുന്തോറും ഓരോ സ്റ്റൈലുകൾ മാറി 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 വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളിപ്പോഴും അതിൽ നിന്നും പഴയ ലുക്ക് തന്നെ എപ്പോഴും ഒരു ബ്രൈഡിന് വേണമെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നവർക്ക് എപ്പോഴും എല്ലാം നെഗറ്റീവായിട്ട് തോന്നുള്ളൂ. അപ്പോൾ ആരുടെയും ഹാപ്പിനെസ് തകർക്കുന്ന രീതിയിലുള്ള കമൻസ് ഒന്നും ചെയ്യാതിരിക്കാനായിട്ട് നോക്കുക. പേഴ്സണലി എനിക്ക് ശ്രീവിദ്യയുടെ മേക്കപ്പ്, അതായത് ഫസ്റ്റ് സാരി ലുക്ക് എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. പക്ക ഒരു സൗത്ത് ഇന്ത്യൻ ലുക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിലിപ്പോൾ കേരള ലുക്ക് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല, ഒരു സൗത്ത് ഇന്ത്യൻ ലുക്കാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു ട്രഡീഷണൽ സൗത്ത് ഇന്ത്യൻ ലുക്ക് നല്ല അടിപൊളി ആയിട്ടുണ്ടായിരുന്നു. സാരി ആയാലും മേക്കപ്പ് ആയാലും ഒക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. കൂടുതൽ എന്താ പറയുക, നമ്മൾ ഈ വെള്ളപൂശാൻ ശ്രമിക്കുന്നതൊന്നും അല്ല ആക്ട്രസ് ശ്രീവിദ്യ, എൻ്റെ ആരുമല്ല. പക്ഷേ എന്താ പറയുക, എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുള്ള ഒരു ലുക്കാണ്. എനിക്കിങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ലുക്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നവരെ, കുറച്ച് യുണീക്ക് ആയിട്ടുള്ള ലുക്ക് കൊണ്ടുവരുന്നവരൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എപ്പോഴും ട്രഡീഷണൽ ലുക്കിൽ നിന്നൊക്കെ കുറച്ചൊന്ന് വ്യത്യസ്തത കൊണ്ടുവരുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചിലർ പറയും വെറൈറ്റി ലുക്ക് കൊണ്ടുവരാനായിട്ട് നോക്കി, പക്ഷേ പാളിപ്പോയി. ദിയ കൃഷ്ണയുടെ വെഡിങ് ലുക്കിനെ പറ്റിയിട്ടായിരുന്നു ഇങ്ങനത്തെ കുറേ കമൻസ് ഉണ്ടായിരുന്നു. ബോളിവുഡ് ലുക്ക് കൊണ്ടുവരാൻ നോക്കി, പക്ഷേ പാളിപ്പോയി. വെറൈറ്റി പിടിക്കാൻ നോക്കിയത് പാളിപ്പോയി എന്ന് പറഞ്ഞിട്ട് കുറേ ഇത്. അറ്റ്ലീസ്റ്റ് അവർ ആ ഒരു പുതിയൊരു യുണീക്ക് ലുക്ക് അവരുടേതായ സ്റ്റൈല് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു റിസ്ക് അവരെടുത്തല്ലോ. അതുകൊണ്ടാണല്ലോ അവർ അതിലും സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ടാണല്ലോ അവർ ആ ലുക്ക് തന്നെ കൊണ്ടുവന്നത്. അപ്പോൾ മാറേണ്ടത് നമ്മുടെ പെർസ്പെക്റ്റീവ്. നമ്മുടെ ആ ഒരു പ്രീ ഒക്കുപൈഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് ഉണ്ട്. ബ്രൈഡ് ആയ ഒരു നോർമൽ ലുക്ക്, ഒരു ട്രഡീഷണൽ ലുക്കിൽ തന്നെ നിൽക്കണം. അതിൽ നിന്ന് മാറുന്നവരൊക്കെ ഭയങ്കര ബോറ് ലുക്കാണെന്നുള്ള നമ്മുടെ മാത്രം ചിന്തയാണ്. അതാണ് നമ്മൾ മാറ്റേണ്ടത്. അപ്പോൾ ഇതിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ആരെങ്കിലും എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മിക്കവാറും കൂടുതൽ നെഗറ്റീവ്സ് തന്നെയായിരിക്കും വരുന്നത്. അപ്പോൾ കുറേ അധികം ഇങ്ങനത്തെ നെഗറ്റീവ് കമൻസ് ഒക്കെ കണ്ടതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. ഇപ്പോൾ ഏതൊക്കെ സെലിബ്രിറ്റീസ് കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ താഴെ പോയി ഇതുപോലെ കുറേ നെഗറ്റീവ്സ് ഉണ്ടായിരിക്കും. അവരുടെ സാരിയെക്കുറിച്ച്, അവരുടെ ഓർണമെൻറ്റ്സിനെ കുറിച്ച്, അവരുടെ മേക്കപ്പിനെ കുറിച്ച്, എല്ലാത്തിനെ കുറിച്ചും ഭയങ്കര നെഗറ്റീവ് കമൻസ് ഉണ്ടായിരുന്നു. ആകെ കൂടി ഞാൻ പോസിറ്റീവായിട്ട് കണ്ടത് ഐശ്വര്യ രാജീവിൻ്റെ വെഡിങ്ങിന് മാത്രമാണ്. അത് നല്ലൊരു ലുക്ക് തന്നെയായിരുന്നു. അല്ലാതെ കുറച്ച് ഒരു 1.5 വർഷത്തിന് മുന്നേ നമ്മുടെ ഗൗരി കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് ഒരു ആക്ട്രസിൻ്റെ വെഡിങ് ആയിട്ടുണ്ടായിരുന്നു. അതിനൊക്കെ പിന്നെ ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവ്സ് ഒക്കെ ആയിരുന്നു. അത്രയും ബുള്ളിങ് തരത്തിലുള്ള, സോഷ്യൽ മീഡിയ അറ്റാക്ക് എന്ന തരത്തിലുള്ള കുറേ കമൻസ് ആയിരുന്നു. അത്രയും നെഗറ്റീവ് കമൻസ് ആയിരുന്നു. അപ്പം ഇതുപോലെ മനുഷ്യരുടെ എന്താ പറയുക സന്തോഷം കെടുത്തുന്ന രീതിയിലുള്ള കമൻസ് ഒന്നും ചെയ്യാണ്ടിരിക്കാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഫ്രണ്ട്ലി ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യട്ടെ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ, ബൈ.